എൻ്റെ ഉള്ളിൽ ഓഫ് കോഴ്സ് രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയമില്ലാത്ത ഒരു മനുഷ്യൻ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ധാരണ. പക്ഷേ ജോലിയിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ 100% നമ്മൾ ഫ്ലോറിനകത്തോട്ട് നമ്മുടെ ന്യൂസ് റൂമിനകത്തോട്ട് കയറുമ്പോഴത്തേക്കും ഉള്ളിലുള്ള രാഷ്ട്രീയം അങ്ങനെ എടുത്ത് മാറ്റി വെക്കും. അച്ഛനൊക്കെ സ്ഥിരം പറയും എന്തിനാണ് അങ്ങനെ ദേഷ്യപ്പെടുന്നത് ചോദിക്കും അച്ഛനൊക്കെ. പക്ഷെ എനിക്കങ്ങനെ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. ചിലപ്പോൾ എൻ്റെ ഒരു ഡ്രോബാക്ക് ആവും ഒരു പക്ഷേ. കഴിഞ്ഞിട്ടൊരു വിഷമമുണ്ടോ ഇത്ര ഉറപ്പായിട്ടും പലയാളും തോന്നി ഇത്രയും അങ്ങ് കടുപ്പിക്കേണ്ടെന്ന് തോന്നുന്നു. വയനാട് ദുരന്തമാണല്ലോ നമ്മൾ കാണുന്നത്. ഒരുപാട് മൃതദേഹങ്ങൾ കാണും നമ്മൾ ഒരുപാട് കുഞ്ഞുങ്ങളുടെ ബോഡി നമ്മൾ കാണുന്നുണ്ട്. സങ്കടങ്ങൾ മാത്രമാണ്. എനിക്ക് സങ്കടങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് വിഷമം വരും. ട്രോൾസും നെഗറ്റീവ് കമൻസും ഇനി ഈവൻ ഫോണിൽ കൂടെ വരുന്ന തെറിവിളികളും പോലും നമ്മളെ ഒരു സമയം കഴിയുമ്പോൾ പിന്നെ അങ്ങനെ ബാധിക്കില്ല. ഒരു സമയം കഴിയുമ്പോൾ നമുക്കതിനെ ആ ഒരു മാനസികാവസ്ഥയിൽ എടുക്കാൻ പറ്റും. മാത്രമല്ല നമ്മളെ തെറി വിളിക്കുന്നവരോട് നമുക്കതിന് ദേഷ്യം വരാത്തൊരവസ്ഥ ഉണ്ടാവും. നമ്മൾ നിൽക്കേണ്ടത് ഇതിൻ്റെ കൂടെ അല്ലേ എന്ന് നമ്മുടെ ഒരു ആലോചനാ പ്രോസസ് ശേഷമാണ് നമ്മൾ ആ സ്റ്റാൻഡിൽ നിൽക്കുക. ആ സ്റ്റാൻഡിൽ നിന്നാൽ പിന്നെ ആ സ്റ്റാൻഡിന് വേണ്ടി ആഞ്ഞു വാദിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുക. അത് ചിലപ്പം കുറച്ചൊന്ന് ഇമോഷണലാവും, കുറച്ച് ദേഷ്യപ്പെടും, ചൂട്. അതൊക്കെ ആ 1 മണിക്കൂറത്തെ സാധനം അല്ല. ചർച്ച ഇടയ്ക്ക് സാധനം മാത്രമല്ല. അതല്ല അതിന് മുമ്പോ അതിനുശേഷം ഞാനൊരു കൂൾ മനുഷ്യനാണ്. എന്ന് പറഞ്ഞാൽ ഒരു കേരളത്തെ പറ്റി വളരെ മോശമായിട്ട് ഒരാൾ പറയും, വേറൊരാൾ വന്നിരുന്ന് ആ പറഞ്ഞ മോശത്തിനപ്പുറം മോശമായിട്ട് സംസാരിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ആ പുള്ളി അതിനെ ചെറുക്കാൻ ഒരു വളരെ ഫ്ലിംസി ആയിട്ടുള്ള കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊരു നോർമലായിട്ട് പറഞ്ഞു ഉണ്ടായിരുന്നു മണ്ണാങ്കട്ട എന്ന് പറഞ്ഞാണ് സാധനം. അങ്ങനെ പറഞ്ഞു യഥാർത്ഥത്തിൽ പറഞ്ഞുകൂടാ. പിന്നെ ഞാൻ മണ്ണാങ്കട്ട നമുക്ക് ഉപയോഗിച്ചിട്ടില്ല. കുറെ അധികം വിയോജിപ്പുകളുണ്ട്. അതെല്ലാ കാലത്തോടും ഇപ്പോഴും ഉണ്ട്. അത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതെ. അപ്പൊ അതിന്റെ പേരിൽ ഇവൻ കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്, അല്ലെങ്കിൽ ഇവൻ കടുത്ത BJP വിരുദ്ധനാണ്, ഇവൻ കടുത്ത കോൺഗ്രസ് വിരുദ്ധനാണ് എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ ചിലപ്പോൾ ഈ കാലത്ത് കൂടുതലുണ്ടാവുമായിരിക്കും. അങ്ങനല്ല. നമ്മൾ വിരുദ്ധനല്ല, നമ്മൾ ജനപക്ഷത്ത് നിൽക്കുന്നതാണ്, അതിനുവേണ്ടി സംസാരിക്കുന്നതാണ്. അതത്രേ ഉള്ളൂ അതിനകത്ത്. ഹലോ, ഹായ്, വെൽക്കം ടു ജിൻജോ മീഡിയ എന്റർടൈൻമെന്റ്സ്. ദ ഇൻട്രോ മാൻ, മലയാളം ന്യൂസ് ആങ്കേഴ്സിന്റെ ഇടയിലെ മമ്മൂട്ടി എന്നെല്ലാം പലതരത്തിലുള്ള വിശേഷണങ്ങൾ ഇദ്ദേഹത്തിനുണ്ട്. ഇറ്റ്സ് മൈ പ്ലഷർ ടു ഹാവ് മിസ്റ്റർ ഹാഷ്മി താജ് ഇബ്രാഹിം. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒത്തിരി കാലങ്ങൾക്ക് ശേഷം എനിക്ക് ഞാൻ നോക്കി കാത്തിരുന്ന് കിട്ടിയ ഒരു ഇന്റർവ്യൂ ആണ് ചേട്ടൻ്റെ കൂടെ. ഞാനിപ്പോൾ ഇന്ന് ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ആങ്കറാണ്. ടൈമിന് വേണ്ടി നമ്മളെല്ലാവരും കൊതിച്ച് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും ആദ്യത്തെ ടെലികാസ്റ്റ് എന്നായിരുന്നു? അല്ലെങ്കിൽ അതൊക്കെ ഓർമ്മയുണ്ട് ആ ഒരു സമയം? ഏറ്റവും ആദ്യത്തെ ടെലികാസ്റ്റോ? ഞാൻ എൻ്റെ മാധ്യമപ്രവർത്തനം ചെയ്യുന്ന ജേർണലിസം ചെയ്യുന്നത് കാരോട്ടം ക്യാമ്പസിലാണ്. അതായത് ബാംഗ്ലൂർ പത്രത്തിൽ പോയി. ഡെയിലി ന്യൂസ് ആൻഡ് അനാലിസിസ് പറഞ്ഞിട്ട് ദൈനിക് ജാഗരൺ ഗ്രൂപ്പിന്റെ പത്രമാണ്. അത് കഴിഞ്ഞ് എൻ്റെ വിഷ്വൽ മീഡിയ തുടങ്ങുന്നത് ജീവൻ ടിവിയിലാണ്. ജീവൻ ടിവിയിലാണ് എൻ്റെ ആദ്യ ടെലികാസ്റ്റ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ ദിവസം ആ ബുള്ളറ്റിന് നല്ല ഓർമ്മയുണ്ട്. ഏതൊരു വർഷമായിരുന്നു അത്? 2009 ആ ഒരു സമയത്ത്. അപ്പൊ ഈ ഡൽഹിയിലൊക്കെ റിപ്പോർട്ടിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഏഷ്യാനെറ്റ് ന്യൂസിലുള്ള സമയത്താണ് ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. ഈ തുടക്കകാലത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാവില്ല ഇന്നും ഇങ്ങനെ ഓർത്തിരിക്കുന്നു, അന്നത്തെ എൻ്റെ ഒരു സ്ട്രഗിൾ, അങ്ങനെ എന്തെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നതിനകത്തൊരു സ്ട്രഗിള് എപ്പോഴും ഉണ്ട്. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ട് ആ സ്ട്രഗിള്. അതൊരു നമുക്കൊരു ഭയങ്കര ഇഷ്ടമുള്ള ഭയങ്കര പാഷൻ ആയിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് ആ സ്ട്രഗിളിൽ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, എന്ന് പറഞ്ഞാൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് എടുത്തു പറയേണ്ട ഒരു സ്ട്രഗിൾ എന്നില്ല. ഞാൻ എൻ്റെ ജോലിയിൽ 100% ആത്മാർത്ഥമായി ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. അതിനുവേണ്ടിയുള്ള സ്ട്രഗിൾ ഫ്രം ദ ഡേ 1 ഓഫ് മൈ കരിയർ മുതൽ ഈ ദിവസം വരെ ഉണ്ട്. എടുത്ത് ഇന്ന ഒരു ടോപ്പിക് എന്ന് പറയാനാണെങ്കിൽ ഒരുപാട് ഉണ്ടാവുമായിരിക്കും. പക്ഷെ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ആ സ്ട്രഗിൾ ഈ ജോലിയുടെ ഭാഗമാണ്. സ്ട്രഗിൾ ഇസ് പാർട്ട് ഓഫ് ദ ഗെയിം. ഓക്കെ, ഇതെല്ലാം പറയുമ്പോൾ ഞാനിങ്ങനെ കമന്റ്സ് എപ്പോഴും വായിക്കാറുണ്ട് കേട്ടോ. അതായത് ഹാഷ്മിയുടെ ശബ്ദം കേൾക്കാനും ഹാഷ്മിയെ കാണാനും വേണ്ടി മാത്രം TV ഓണാക്കുന്നവരാണ് ഞങ്ങൾ എന്നെല്ലാം പറഞ്ഞ് ആ തലത്തിൽ വരെ ഒരു ഫാൻ ബേസ് നിലനിൽക്കുമ്പോൾ ആ തരത്തിൽ വരെ ഫാൻ ബേസ് ഉള്ള ഒരാളാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫാൻ മൊമെന്റ് ഉണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഞാൻ സത്യം പറഞ്ഞ ഫാൻ എന്ന് പറയുന്നത് ഒരു ആരാധനയാണല്ലോ. ഇത് എന്താണ്, എന്നെ ആൾക്കാർ എന്നോട് ഇഷ്ടമുണ്ട്. ഒരുപാട് ശത്രുക്കളൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ ആൾക്കാർ പൊതുവെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ഇഷ്ടം ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവർ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, അവർ പറയാൻ ആഗ്രഹിക്കുന്ന ഭാഷയിൽ അവർക്ക് പറയാൻ പറ്റാത്ത നമ്മൾ പറയുന്നു എന്നുള്ളതാണ് ഇഷ്ടത്തിന്റെ ബേസ്. അതിന് ആരാധന അല്ലെങ്കിൽ ഫാൻ എന്ന് വിളിക്കണം. അവർ നമ്മുടെ കൂടെ ഉള്ളവരാണ്. നമ്മുടെ ബേസിക്കലി നമ്മുടെ ചോറെന്ന് പറയുന്നത് നമ്മുടെ പ്രേക്ഷകരാണല്ലോ. അവര് നമ്മളെ കണ്ടാൽ മാത്രമേ നമ്മൾക്ക് നിലനിൽപ്പുള്ളൂ അല്ലേ. അപ്പം എനിക്ക് ഇഷ്ടമാണ്. അവരെ എനിക്ക് ഇഷ്ടമാണെന്നുള്ളത് പോലെ എനിക്ക് അവരെയും ഇഷ്ടമാണ്. അതല്ല ഞാൻ ഫാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതോ കുറച്ച് എന്തോ ഉയർന്നു നിൽക്കുക അവർ അങ്ങനൊന്നുമില്ല. എനിക്ക് എന്ന് പറഞ്ഞാൽ ഒരു തവണ ഞാൻ മരൊട്ടിച്ചുള്ള താമസിക്കുന്നത് എടപ്പള്ളി. അപ്പോൾ ഒരു തവണ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒരു നല്ല പ്രായമുള്ള അമ്മച്ചി ഒന്ന് ഓടി കെട്ടിപ്പിടിച്ചു റോഡിൽ.
കെട്ടിപ്പിടിച്ച് നിൽക്കുക, എന്നിട്ട് ഇങ്ങനെ ഒന്നും പറയുന്നില്ല, കണ്ണൊക്കെ പറഞ്ഞ്. അപ്പോൾ അത് ഭയങ്കര എനിക്ക് അതുവരെ കാണാത്ത രോമൊക്കെ അപ്പോൾ അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒന്ന് രണ്ട് സാധനം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് എനിക്ക് ഇഷ്ടമാണ് എനിക്ക് അവരെ. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ പാലക്കാട് ന്യൂസിൽ തന്നെ വന്നിരുന്നല്ലോ, ഒരു വാപ്പച്ചി വന്നിട്ട് ഇങ്ങനെ പറയുന്നത്, നല്ല ചുള്ളനാണ് കേട്ടോ അതൊക്കെ കാണുമ്പോൾ നമുക്കാണെങ്കിൽ പോലും ഒരു സന്തോഷം, എത്രത്തോളം ഒരു അക്സെപ്റ്റൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അത് വലിയൊരു സന്തോഷം തന്നൊരു ഓഫ് കോഴ്സ് ഉറപ്പായിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആൾക്കാർ നമ്മൾ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ വിമർശന ബുദ്ധിക്ക് കാണുക എന്നുള്ളതാണല്ലോ ജോലി. അപ്പം ചിലപ്പം നമ്മളൊരു കാര്യം പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ആ സമയത്ത് അവർക്ക് യോജിക്കാൻ പറ്റുന്നതാവില്ല. ആ സമയത്ത് അവർക്കിടയിൽ ശത്രുക്കൾ, ഞാൻ പറഞ്ഞത് അത് സ്ഥിരം ശത്രുക്കളായല്ലേ ഞാൻ പറയുന്നത്. ആ സമയത്ത് അവർക്ക് നമ്മളോട് ദേഷ്യമോ അല്ലെങ്കിൽ വിയോജിപ്പോ ഉണ്ടായിരിക്കാം. അവർ ചിലപ്പോൾ സൈബർ മീഡിയയിൽ തെറി വിളിച്ചിരിക്കാം, ഒക്കെ ഉണ്ടാവാം. അത് കഴിഞ്ഞ് മറ്റൊരു വിഷയം വരുമ്പോൾ നമ്മളപ്പോൾ ഇഷ്യൂ ബേസ്ഡ് ആണല്ലോ നമ്മുടെ ജേർണലിസം. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രുക്കൾ ഒരിക്കലും പെർമനന്റ് ആണെന്ന് ഞാൻ കരുതുന്നില്ല. ആൾക്കാർക്ക് പൊതുവെ നമ്മളുള്ളത് അടിസ്ഥാന വികാരം ഇഷ്ടം തന്നെയാണ് എന്നാണ് എൻ്റെ ധാരണ. അത് എൻ്റെ എത്രയാണ്, ഞാൻ 2008 ജേർണലിസം തുടങ്ങി, 2025 നിൽക്കുമ്പോൾ എൻ്റെ ഉള്ള സമ്പത്ത് എന്ന് പറയുന്നത് ആ പ്രേക്ഷകരുടെ ഇഷ്ടം തന്നെയാണ്. ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഈ പ്രേക്ഷകർ പറയാൻ ആഗ്രഹിക്കുന്ന പലതും ഞാൻ പറയുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ. എനിക്കത് പറയുമ്പോൾ എപ്പോഴും ഓർമ്മ, നമ്മൾ ഈ പഴയ ഷാജി കൈലാസ് ചിത്രം കാണുമ്പോൾ അല്ലെങ്കിൽ ദ കിങ്ങിലും മമ്മൂക്ക എല്ലാം പറയുന്ന മാതിരി ആ ഒരു ഇൻട്രോ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻട്രോ ആണ്, ആ ഇൻട്രോ കേട്ടിരിക്കാൻ ഇത്ര ചടുലായിട്ടുള്ള വാക്കില് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പർപ്പസ്ഫുള്ളി ചെയ്തതാണോ അതോ ഡെലിബറേറ്റ്ലി ഇങ്ങനെ വന്നു പോയതാണോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനം കുറച്ചുകൂടി എഫക്റ്റീവായ ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് കടുത്ത ഭാഷയിൽ, കുറച്ച് ശക്തമായ ഭാഷയിൽ നമ്മുടെ ഉള്ളിലുള്ള വികാരം എന്താണോ ആ വികാരം മറച്ചു വെക്കാതെ അങ്ങനെ എക്സ്പ്രസ് ചെയ്താൽ അത് കുറച്ചുകൂടി ഇമ്പാക്ട്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതന്നെയാണത്. ആ വിഷയത്തിന് അത്രയും ശ്രദ്ധ കിട്ടണം എന്ന ഭയങ്കര ആത്മാർത്ഥമായ ആഗ്രഹത്തിൽ. പിന്നെ നമ്മുടെ ഓഫ്കോഴ്സ് നമ്മുടെ ഉള്ളിൽ വികാരം ഉണ്ടാവില്ലേ, ആ വികാരത്തെ ഞാൻ അവിടെ കൺസീൽ ചെയ്ത് വെക്കുന്നില്ല. ഞാൻ ആ വികാരം എന്താണോ എൻ്റെ ഉള്ളിൽ, ദേഷ്യമാണെങ്കിൽ ദേഷ്യം, സങ്കടമാണെങ്കിൽ സങ്കടം, വിഷമമാണെങ്കിൽ വിഷമം, ഒക്കെ അതങ്ങ് അങ്ങനെ അങ്ങ് എക്സ്പ്രസ് ആയി വരും. അതൊരിക്കലും കൺട്രോൾ ചെയ്യാനൊന്നും നോക്കിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ അതിപ്പം വിഷമം വരുന്നു അപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യും, അതൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. എന്താണോ ഉള്ളിലുള്ള സാധനം അത് അങ്ങനെ അങ്ങ് വരും. നമ്മുടെ എൻ്റെ ബേസിക് സ്വഭാവം അതുകൊണ്ടാണ്. അത് വളരെ എവിഡന്റ് ആണ്, ചേട്ടന്റെ ഇത് കാണുമ്പോൾ വളരെ എവിഡന്റ് ആണ്. പക്ഷെ ഇത് നല്ല രസമാണ് കാണാൻ. അതാ ഞാൻ ചോദിച്ചത്, ആളുകൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നതും അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടില്ല എന്നേ വരെ. ആരെങ്കിലും ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടോ ഫാമിലിയിലോ? അല്ലെങ്കിൽ ഉറപ്പാടുണ്ട്. അച്ഛനൊക്കെ സ്ഥിരം പറയും എന്തിനാണ് ചോദിക്കും അച്ഛനൊക്കെ. പക്ഷെ എനിക്കങ്ങനെ പറ്റുന്നില്ല, ആ പ്രശ്നം. ചിലപ്പോൾ എൻ്റെ ഒരു ഡ്രോബാക്ക് ആവും. പക്ഷേ ഇത് കഴിഞ്ഞിട്ടൊരു വിഷമമുണ്ടോ ഇത്ര കയർക്കണ്ടായിരുന്നു? ഉറപ്പായിട്ടും പലയാളും തോന്നില്ല ഇത്രയും അങ്ങ് കടുപ്പിക്കണ്ടെന്ന് തോന്നുന്നുള്ളൂ. പക്ഷെ ആ സമയത്ത് നമ്മൾ നിൽക്കുന്നത് ഒരു നീതിയുടെ പക്ഷത്താണ് എന്നൊരു ബോധ്യം നമ്മൾ ഉള്ളിൽ. നമ്മളൊരു വിഷയം ടേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊരു വിഷയത്തിൽ സ്റ്റാൻഡ് എടുക്കുമ്പം ആ സ്റ്റാൻഡിൽ എന്താണ് നമ്മുടെ ബോധ്യത്തിലെ നീതി, ചിലപ്പോൾ ആ ബോധ്യം തെറ്റായിരിക്കും കേട്ടോ. എങ്കിലും നമ്മൾ ആവർത്തിച്ച് ട്രയൽ ആൻഡ് എറർ നോക്കി ഈ വിഷയത്തിൽ നമ്മൾ നിൽക്കേണ്ടത് ഇതിന്റെ കൂടെ അല്ലേ എന്ന് നമ്മുടെ ഒരു ആലോചന പ്രോസസ് ശേഷമാണ് നമ്മൾ ആ സ്റ്റാൻഡിൽ നിൽക്കുക. ആ സ്റ്റാൻഡിൽ നിന്നാൽ പിന്നെ ആ സ്റ്റാൻഡിന് വേണ്ടി ആഞ്ഞു വാദിക്കാന്നുള്ളതാണ് നമ്മൾ ചെയ്യുക. അത് ചിലപ്പം കുറച്ചൊന്ന് ഇമോഷണൽ ആവും, കുറച്ച് ദേഷ്യപ്പെടും, ചൂട്. അതൊക്കെ ആ 1 മണിക്കൂറത്തെ സാധനം അല്ല, ചർച്ച ഇടയ്ക്ക് സാധനം മാത്രമല്ല. അതല്ല അതിന് മുമ്പോ അതിനുശേഷമോ ഞാനൊരു കൂൾ മനുഷ്യനാണ്. പക്ഷേ ഞങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കും അത് തന്നെയായിരിക്കും പറയാനുള്ളത്. അപ്പം ഞാൻ ചോദിക്കുക, നമ്മുടെ കേരള ജേർണലിസം നമ്മൾ ഇതുവരെ വന്നതിൽ ഒരു ഒതന്റിക് ഒരു രീതികൾ അല്ലെങ്കിൽ ട്രഡീഷണൽ രീതി ഉണ്ടായിരുന്നു പണ്ട് നമ്മൾ കണ്ടുവന്നുകൊണ്ടിരുന്നത്. അത് നേരെ ഒരു മാറ്റം വരുത്തിയത് 24 ന്യൂസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ ഇപ്പം ഓൾറെഡി 2.5-3 years ആയി, 3 years ആകുമ്പോൾ തന്നെ അഡാപ്റ്റ് ആയി കഴിഞ്ഞിരിക്കും. എന്നാൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത് ആവശ്യമാണോ? ഇപ്പൊ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ചേട്ടൻ ഏതൊരു വൈബിനും ഞാൻ സെറ്റാണ്. വള്ളംകളിക്ക് പോകണോ അതിന്, കലോത്സവ വേദിയിൽ വേണോ അതിന്, ഇനി ഇലക്ഷൻ്റെ വന്നോ എല്ലാ വൈബിനും സെറ്റായി നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഇതിലേക്ക് അഡാപ്റ്റ് ആയി വരാൻ ശരിക്കും പറഞ്ഞാൽ എത്ര നാളെടുത്തു? അതേമാതിരി ഒരു തോന്നലുണ്ടായിരുന്നോ ഈ ജേർണലിസം ഇത് കറക്റ്റ് ആണോ അതോ ആളുകൾക്ക് പ്രിയമാകുമോ എന്നൊക്കെ? അത് രണ്ട് വിഷയമുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം ഈ വൈബിന്റെ കാര്യം ഉണ്ടല്ലോ. ബേസിക്കലി ഞാൻ ആ വൈബിന്റെ ആളാണ് എന്ന് പറഞ്ഞാൽ ഞാൻ കോളേജ് പഠിക്കുന്ന സംഘടനാ പ്രവർത്തനം, ഇപ്പോഴത്തെ കലോത്സവങ്ങൾ, നാടകം, അങ്ങനെയുള്ള കലാപ്രവർത്തനം നിൽക്കുകയും ഒരു പാട്ട് കേട്ടാൽ ഡാൻസ് കളിക്കാൻ തോന്നുന്ന വൈബാണ് ബേസിക്കലി ഞാൻ. നമ്മളിനി അതിനെ
ബുദ്ധിജീവി സാധനം ഇട്ട് നിൽക്കേണ്ട കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ സീരിയസ്നെസ് കുറേ എനിക്ക് അറിഞ്ഞുകൂടാ, അതെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാനൊരു കൊള്ളാത്ത പാട്ടാണെങ്കിൽ എനിക്ക് കളിക്കാൻ തോന്നും. ആ പ്രശ്നം അതുണ്ട്. അത് കാരണം എനിക്ക് ഈ നമ്മുടെ ഇവിടുത്തെ വൈബ് അഡാപ്റ്റ് ചെയ്യാൻ എനിക്ക് പ്രശ്നം ഉണ്ടായില്ല. അത് എനിക്ക് വളരെ ഈസിയാണ് അത് പറയുമ്പോൾ. ഇപ്പോൾ ഈസിയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജേർണലിസം എന്താണ് ഇപ്പം ഒരു കടുത്ത സീരിയസ് ജേർണലിസത്തിൻ്റെ കാലത്തൊന്നും നമ്മളിങ്ങനെ അതിനെ കുറച്ച് ലൈറ്റ് ആക്കേണ്ടതുണ്ടോ എന്നുള്ളതൊരു ഒരു ടോപ്പിക്കാണ്. അതൊരു ചർച്ചാ ടോപ്പിക്കാണ്. പക്ഷെ അതിന് വേറെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാർക്കിടയിലോട്ട് ഇറങ്ങി പോകുന്നതും ആൾക്കാരോട് ചിരിക്കുന്നതും ആൾക്കാരുടെ കമൻറ്റ് വായിക്കുന്നതും ആൾക്കാർക്കൊപ്പം നിൽക്കുന്നതിലും തെറ്റെന്താണെന്നേ ഞാൻ പറഞ്ഞാൽ നമുക്കങ്ങനെ അവരോട് ചിരിച്ചുകൊണ്ട് ഒരുപക്ഷെ ഒരു പരിധിവരെ ചിലപ്പോൾ കളിച്ചുകൊണ്ട് അവരോട് നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ വിഷയങ്ങളിൽ വളരെ ഷാർപ്പായി വളരെ ഫോക്കസ്ഡായി നമുക്ക് നമ്മുടെ വിഷയങ്ങൾ ഉന്നയിക്കാൻ പറ്റുമല്ലോ. പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ മസിൽ പിടിച്ച് നിൽക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് ചോദ്യമാണ്. അപ്പോൾ 3 ഷോസ്, ഒന്ന് ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതുണ്ട്, ചില സമയങ്ങളിൽ എൻകൗണ്ടർ പ്രൈം ചെയ്യുന്നുണ്ട്, ജനകീയ കോടതി ചെയ്യുന്നുണ്ട്. ഈ 3 പ്രോഗ്രാമിൽ വെച്ചിട്ട് കുറച്ചും കൂടി ചലഞ്ചിങ് ആയിട്ട് തോന്നുന്നത് ഏതാണ്? എന്ന് പറഞ്ഞാൽ മൂന്ന് രീതിയിലുള്ള സാധനമാണല്ലോ. മൂന്ന് ഇപ്പം ജനകീയ കോടതി എന്ന് പറഞ്ഞാൽ നമ്മുടെ 24-ലെ ആകെ ഒരു റെക്കോർഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് ജനകീയ കോടതി മാത്രമാണ്. അത് നമ്മൾ മണ്ണിയുടെ നമ്മുടെ വേറൊരു ഫ്ലോറിലാണ്. 24-നെ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ വേറൊരു ഫ്ലോറുണ്ട്. ആ ഫ്ലോറിലാണ് അത് ഷൂട്ട് ചെയ്യുക. അത് നേരത്തെ റെക്കോർഡിംഗ് ആണ്, എഡിറ്റിംഗ് ആണ് സാധനം. നമ്മൾ നേരത്തെ നമ്മുടെ ഗസ്റ്റുകൾ അറിവുണ്ട്, നമുക്ക് നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രിപ്പയർ ചെയ്ത ചോദ്യങ്ങളാണ് ചോദിക്കുക, അതിന് കൗണ്ടർ ഗസ്റ്റ് ഉണ്ട്. അതൊരു കുറച്ചുകൂടെ പാക്കഡ് സാധനമാണത്. അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നിയ സാധനം. കുറച്ച് കംഫർട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ചലഞ്ചിങ് ഇപ്പം എൻകൗണ്ടർ പ്രൈമും നമ്മളിപ്പം കുറച്ച് നാളായിട്ട് പണി ചെയ്യുന്നുണ്ടല്ലോ. കുറച്ച് നാളായിട്ട് പണി ചെയ്യുന്നത് കാരണം നമുക്ക് ഞാൻ എല്ലാ വിഷയത്തിലും അപ്ഡേറ്റഡ് ആണെന്ന് പറയുന്നില്ല. പക്ഷെ കുറച്ചൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് ആ ചർച്ചയിൽ വരുന്ന ചില കാര്യങ്ങൾ നമുക്ക് തന്നെ അതിനോട് പ്രതികരിക്കാനുള്ള അറിവ് നമുക്കുണ്ട്, നോളജ് ബേസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം അറിയുമെന്ന് പറയുന്നല്ലോ കേട്ടോ. ഒരു പരിധി വരെ ഉണ്ടെന്നുള്ളതാണ് ധാരണ. പക്ഷെ മറ്റേ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ കുറച്ച് ചലഞ്ചിങ് സാധനമാണ്. ലൈവ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ അതിലിപ്പോൾ എൻ്റെ വ്യക്തിപരമായ കപ്പാസിറ്റി പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും വയനാടൊക്കെ പോയി അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. കലോത്സവ അതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്. അല്ല, ഞാൻ ബുദ്ധിമുട്ടല്ല. ഞാൻ പറഞ്ഞത് വയനാട് ഇപ്പോൾ പോയി. വയനാട് ദുരന്തമാണല്ലോ. നമ്മൾ കാണുന്നത് ഒരുപാട് മൃതദേഹങ്ങൾ കാണും. നമ്മൾ ഒരുപാട് കുഞ്ഞുങ്ങളുടെ ബോഡി നമ്മൾ കാണുന്നുണ്ട്. സങ്കടങ്ങൾ മാത്രമാണ്. എനിക്ക് സങ്കടങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് വിഷമം വരും. അതെന്ന് പറഞ്ഞാൽ ഒരു റിപ്പോർട്ടർക്ക് യോജിച്ച സാധനമല്ല. റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വാർത്തയാണ്. ആ വാർത്ത വേണമെങ്കിൽ മരം പോലെ നിന്ന് ആൾക്കാരോടൊന്ന് പറയാന്നുള്ളതാണ് പ്രധാനം. നമ്മളങ്ങനെ നിൽക്കണം. അതായത് നമ്മൾ ആ ഇമോഷൻ ഇപ്പോൾ വീണു പോരുത്. അപ്പൊ അത് കാരണം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ആ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഇത് 3 ചലഞ്ചിങ് ആയിട്ടുള്ള ഏതാണെന്ന് ചോദിച്ചാൽ ലൈവ് റിപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മുടെ തുടക്കം മുതൽ റിപ്പോർട്ടിങ് ചെയ്തു വന്ന ഒരു റിപ്പോർട്ടർക്ക് അത് വളരെ ഈസി ആയിരിക്കും. പക്ഷേ ഞാൻ അത്രത്തോളം ഫീൽഡിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ജനകീയ കോടതി പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതിൻ്റെ ഇടയിൽ ഒരു വിവാദ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. അതായത് വിവാദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജനകീയ കോടതി പറയുമ്പോൾ തീർച്ചയായിട്ടും അഖിൽമാരാറിന്റെ ഒരു ലൈവ് വീഡിയോ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ എഡിറ്റഡ് വേർഷൻ അല്ലാതെ അൺഎഡിറ്റഡ് ഇറങ്ങേണ്ട ഒരു ഇടയായി. അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൈൻഡ് ഓഫ് ട്രോൾസ് ഉണ്ടായിരുന്നു, കുറേ കൈൻഡ് ഓഫ് നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിച്ചോ, അതായത് നമ്മുടെ ഒരു എത്തിക്സിനെ ചോദ്യം ചെയ്ത പോലെ ആയോ എന്നൊക്കെ തോന്നിയോ ആ സമയത്ത്? ഇല്ല, ഞാൻ സത്യം പറഞ്ഞ ട്രോൾസും നെഗറ്റീവ് കമന്റ്സും ഇനി ഈവൻ ഫോണിൽ കൂടെ വരുന്ന തെറിവിളികളും പോലും നമ്മളെ ഒരു സമയം കഴിയുമ്പോൾ പിന്നെ അങ്ങനെ ബാധിക്കില്ല. ഒരു സമയം കഴിയുമ്പോൾ നമുക്കതിനെ ആ ഒരു മാനസികാവസ്ഥയിൽ എടുക്കാൻ പറ്റും. മാത്രമല്ല നമ്മളെ തെറി വിളിക്കുന്നതോട് നമുക്കതിന് ദേഷ്യം വരാത്തൊരവസ്ഥ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണത്. നമ്മളതിനോട് അങ്ങനെ ആവും. ഈ പറയുന്ന ആ ജനകീയ കോടതി നമ്മൾ ഷൂട്ട് ചെയ്യാണല്ലോ. അപ്പം നമുക്ക് നമ്മുടെ ഷോ എന്ന് പറഞ്ഞാൽ 1 hour 40 minute ഷോയേ ഉള്ളൂ. 1 മണിക്കൂർ. അതിൽ 2 പരസ്യം 2 ബ്രേക്ക് ഉണ്ടാവും. മൊത്തത്തിൽ നമുക്ക് മാക്സിമം ഒരു 45 minutes നമുക്ക് കിട്ടുള്ളൂ, 2 ബ്രേക്ക് കൂടെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് ഷൂട്ട് നടക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ പോകും. എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വാദപ്രതിവാദം നമുക്ക് ചോദിക്കാനുള്ള സാധനം എന്ന് ചിലപ്പോൾ റോൾ ചെയ്ത് അങ്ങ് ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ പോകും. എന്ന് പറഞ്ഞാൽ അവിടെ സമയത്ത് പറ്റില്ല. ഇനി ആ സംഭവം നമ്മൾ 2 എപ്പിസോഡ് ചിലപ്പോൾ ആക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിനുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ വെറും തർക്കം മാത്രമേ നമുക്ക് കണ്ടന്റ് കിട്ടൂല. പിന്നെ ഇപ്പൊ അഖിൽ നമ്മുടെ സുഹൃത്താട്ടോ, പണ്ട് മുതലേ എനിക്ക് അറിയാവുന്നതാണ്. അഖിൽ പണ്ടും മാതൃഭൂമിയുള്ള ഞാൻ സ്ഥിരം ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്ന ആളാണ്. എൻ്റെ വീട് പന്തലമാണ്, അഖിലിൻ്റെ വീട് കൊട്ടാരക്കരയാണ്. എനിക്ക് വളരെ നേരത്തെ അറിയാവുന്ന വളരെ അടുത്ത സുഹൃത്തുമാണ് അഖിൽ. അപ്പൊ ഈ പറയുന്നതിനകത്ത് നമുക്ക് നല്ല തർക്കം ഉണ്ടായി. പക്ഷെങ്കിൽ നമുക്കത് 2 എപ്പിസോഡ് വിടാനുള്ള കണ്ടന്റ് ഇല്ലാതെ
ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മള് ട്രിം shorten ചെയ്തു, ചെയ്യണം. ഷോർട്ട് ചെയ്തു, 45 മിനിറ്റ്സ് ആക്കി. സ്വാഭാവികമായിട്ട് അതിൽ അത് പരാതി ഉണ്ടായി. നമ്മളിങ്ങനെ ഓൺ എയറിൽ ലൈവിൽ ഈ പറയുന്ന എഡിറ്റഡ് വെർഷൻ വിടുകയും അല്ല ഡിജിറ്റൽ ഫോർമാറ്റിൽ അൺഎഡിറ്റഡ് വിടുകയും നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് തന്നെ ചെയ്തു. എന്നാൽ അത് ആള് കണ്ടോട്ടെ. ഞങ്ങള് ട്രാൻസ്പെറന്റ് ആയിട്ട് ഞങ്ങൾ ഓഫ് കോഴ്സ് ഉറപ്പോട്ടെ. നമ്മൾ ആ വിഷയത്തിൽ മാത്രം നമ്മൾ നേരത്തെയും അതുപോലെ ജനകീയോട് അൺഎഡിറ്റഡ് അൺഎഡിറ്റഡ് വേർഷൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഡീറ്റെയിൽ നമുക്ക് ആ പരിമിതി ഇല്ലല്ലോ, വിടാമല്ലോ, കാണേണ്ടവർ കാണുകയും ചെയ്യാം. മുന്നേ നമ്മൾ പറയണ്ടായി പ്രിപ്പയർ ചെയ്യുന്ന കാര്യം സ്വയം പോളിഷ് ചെയ്ത് വെക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ആസ് എ ജേർണലിസ്റ്റ് വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ സ്വയം പോളിഷ് ചെയ്യാൻ എന്താണ് ചെയ്യാറ്? ഇനി പുതിയ ആസ്പിറൻസിനുണ്ടെങ്കിലും ഒരു ഇതാവുമല്ലോ. അല്ല, നമ്മൾ എന്ന് പറഞ്ഞാൽ ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു ഷോ ബിസിനസ് ആണ്. നല്ല കോമ്പറ്റീഷൻ ഫീൽഡാണ്. നമ്മൾ നിൽക്കുന്ന നമ്മുടെ റേറ്റിംഗ് അടിസ്ഥാനത്തിലാണ്. റേറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരസ്യം കിട്ടൂ. പരസ്യം കിട്ടിയാൽ മാത്രമേ ശമ്പളം കിട്ടുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക്. ബാക്കി ഈ പറയുന്ന മാധ്യമ ധാർമ്മികത, ഈ പറയുന്ന ഫുൾ കൺസെപ്റ്റിനപ്പുറം ഇതിൻ്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് ഈ പറയുന്ന പരിപാടിയാണ്. നമുക്ക് ആ കോമ്പറ്റീഷൻ പിടിച്ചേക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയി പറ്റുള്ളൂ. നമ്മൾ ഈ ലോകത്ത് നടക്കുന്നതിനെ പറ്റിയും നമ്മൾ ചെയ്യുന്ന വിഷയങ്ങളെ പറ്റിയും ഒക്കെ നന്നായി അറിവുണ്ടായാലേ പറ്റുള്ളൂ. അതിന് ഡെയിലി ബേസ് തന്നെ നമ്മൾ നമ്മുടെ നോളജ് ബേസ് കൂട്ടിക്കൊണ്ടിരിക്കണം. അതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളാണ് സാധനം. ഇതിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഈ ഓട്ടമാണ് നമ്മൾ ട്രെൻഡിങ് ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പണ്ട് നമ്മുടെ ഒരു കാലം നോക്കിക്കഴിഞ്ഞാൽ TV-യിൽ നേരെ ഇരുന്ന് ന്യൂസ് കാണുന്ന ഒരു കാലമായിരുന്നെങ്കിൽ ഇന്നിപ്പം നമ്മൾ യൂട്യൂബിലാണ് എല്ലാവരും പെട്ടെന്ന്. ഞാനാണെങ്കിൽ 24 ന്യൂസ് ഓൺലൈൻ അങ്ങനെ ലൈവ് അങ്ങനെ എടുത്തായിരിക്കും നോക്കുക. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ട്രെൻഡിങ് ആവാനുള്ള പാച്ചില് ഫാക്ട് ചെക്ക് ഒക്കെ ചെയ്യാണ്ട് ന്യൂസ് പെട്ടെന്ന് വിടണം, അങ്ങനത്തെ രീതികൾ. അല്ല, ഞാൻ പറഞ്ഞത് പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മത്സരം, നമ്മൾ ഫസ്റ്റ് ആവണം എന്നുള്ളൊരു മത്സര ബുദ്ധി എല്ലാവർക്കും ഉണ്ട്. ആ മത്സര ബുദ്ധിയിൽ നമുക്ക് തെറ്റുകൾ പറ്റാം. ഓഫ് കോഴ്സ് തെറ്റുകൾ പറ്റാം. എന്നാലും പരമാവധി ഫാക്ട് ചെക്ക് ചെയ്ത് ഫുൾ പ്രൂഫായിട്ട് മാത്രമേ കൊടുക്കാവൂ എന്നുള്ളതാണ് അതിൻ്റെ എന്താണ് അതിൻ്റെ നെസസിറ്റി എങ്കിലും അതിൻ്റെ ആവശ്യകതയെങ്കിലും. ചിലപ്പോഴെങ്കിലും നമ്മുടെ ഈ ഓട്ടപ്പാച്ചയിൽ മത്സരത്തിൽ ചിലപ്പോൾ പിഴവുകൾ സംഭവിക്കാം. നമ്മൾ മനുഷ്യന്മാരാണ്. തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ പറ്റിയത് തെറ്റാണ് എന്നങ്ങ് തുറന്നു പറയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. തെറ്റ് പറ്റിയിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ചേട്ടനെ തന്നെ അനാലിസിസ് ചെയ്യുമ്പോൾ ചേട്ടൻ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ചോദിച്ചാൽ അറിഞ്ഞൂടാ. എന്ന് പറഞ്ഞാലേ നമ്മുടെ ഒരു നടപ്പ് രീതി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒന്നുകൂടെ പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഒരു ശൈലി ഉണ്ടാക്കിയെടുക്കുക. ചിലപ്പോൾ ഒരു പക്ഷെ അത് വിമർശന വിധേയമായേക്കാം. ചിലപ്പോൾ അത് പൊളിഞ്ഞു പോയേക്കാം. ചിലപ്പോൾ അത് ആൾക്കാർ സ്വീകരിക്കാതെ പൊളിഞ്ഞു പോയേക്കാം. എന്നാൽ പോലും നമ്മൾ നമ്മുടേതായ ഒരു സ്റ്റൈല് ഡെവലപ്പ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ വേറിട്ട് നിൽക്കാൻ പറ്റും. അത് തന്നെയാണ് വിജയം എന്ന് വിശ്വസിക്കുന്നത്. പക്ഷേ അത് ഞാൻ ബോധപൂർവ്വം ചെയ്തൊന്നുമല്ല കേട്ടോ. ബോധപൂർവ്വം നമ്മൾ വഴിമാറിപ്പോകാൻ വേണ്ടി ചെയ്യും. എൻ്റെ രീതി ഇതാണ്. അത് കാരണം ആ വഴി പോയി. പക്ഷെ അതെപ്പോഴെങ്കിലും ഈ 24 ന്യൂസിൽ വന്നതിന് ശേഷമാണ് കുറച്ചും കൂടി അങ്ങനെ ഞാൻ മീൻസ് മറ്റേടത്ത് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് നമ്മൾ ഇരുന്ന് വായിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് നടക്കുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒരു സ്പേസ് ഉള്ള പോലെ തോന്നി. ഉണ്ട് എന്ന് പറയും. 24 നമ്മൾ സത്യം പറഞ്ഞാൽ ദൃശ്യമാധ്യമ ചരിത്രത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ചാനലാണ് നമ്മൾ. എന്ന് പറഞ്ഞാൽ നടപ്പ്, ഇപ്പം ഞാൻ പറയുന്നത് പണ്ട് ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ത്യ വിഷൻ വന്നതിന് ശേഷം അതിൻ്റെ 24/7 ന്യൂസ് കൾച്ചറിൽ വരുമ്പോൾ ഒരു വലിയ പാരഡൈം ഷിഫ്റ്റാണ് അവിടെ ഉണ്ടായത് ഈ പറഞ്ഞ ന്യൂസിൻ്റെ മേഖലയിൽ. അത് കഴിഞ്ഞ് പിന്നീട് ഇന്ത്യ വിഷൻ്റെ പിന്നീട് മാതൃക ഇന്ത്യ വിഷനാണ് കുറേ നാളിങ്ങോട്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വരുന്നു 24 വരുമ്പോഴത്തേക്ക് അതിൻ്റെ വേറൊരു ഷിഫ്റ്റാണ് ഉണ്ടായത്. ഇനി അതിൻ്റെ തുടർച്ചയിൽ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്താണോ അതുവരെ ഇല്ലാത്ത വാർത്താ സങ്കല്പത്തെ മാറ്റി വേറൊരു സാധനം കൊണ്ട് വെക്കുമായിരുന്നു. അത് ഈ പറയുന്ന ആൾക്കാരുമായിട്ട് കുറച്ചുകൂടെ ഇഴുകി നിൽക്കുന്ന ആൾക്കാരോട് ചേർന്ന് നിൽക്കുന്ന സംഭവമായിരുന്നു. അത് ആൾക്കാർക്ക് ഇഷ്ടമായിട്ടുണ്ട്. അതെ, അതുകൊണ്ട് തന്നെ വേറിട്ട് നിൽക്കും. ഞാൻ ചോദിച്ചു വന്നത് മീൻസ് അങ്ങനെ ഒരു സ്പേസ് 24 വന്നതിന് ശേഷമാണോ ലഭിച്ചതെന്ന് തോന്നുന്നു, ഒരു സെൽഫ് ഐഡന്റിറ്റി കാണിക്കാൻ? ഉറപ്പായിട്ടും എന്ന് പറഞ്ഞാൽ എന്താണ് 24 നമുക്ക് വലിയ സപ്പോർട്ട് വന്നിട്ടുണ്ട്. എസ്കെ സാർ അടക്കം നമ്മളെ ഭയങ്കര ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ശരിക്കും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നതിന്റെ പറഞ്ഞു എന്താണെന്നുള്ളത്. ഒരു പഴി കേൾക്കുന്ന എന്തെങ്കിലും ഒരു വിഷയമുണ്ടോ? ഒരു അവതാരകൻ എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്ന ഈ ഒരു വിഷയത്തിലാന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചില സമയത്ത് കുറച്ച് ഇമോഷണൽ ആവാറുണ്ട്. അതാണ് എൻ്റെ പ്രശ്നം. ഞാൻ പിന്നെ ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് ഒന്നുകൂടെ ഒന്ന്
കാമായിട്ടും കണ്ടന്റായിട്ടും ഇരിക്കാമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിജയിക്കും അതിൽ. വിജയിക്കും. അതേപോലെ വേറൊരു കാര്യമാണ് ഈ കമൻസിന്ന് ഞാൻ എടുക്കുന്ന കേട്ടോ അത്. അതായത് ഈ പ്രൊഫഷണൽ ലൈഫിൽ എപ്പോഴെങ്കിലും പേഴ്സണൽ ലൈഫ് കയറി വരുന്നതായിട്ട് തോന്നിയിട്ടോ? പേഴ്സണൽ ലൈഫ് ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിക്കുന്ന പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. പലരും ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം ഒരു പോസിറ്റീവായിട്ട് ചേട്ടൻ റെസ്പോണ്ട് ചെയ്താലും നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്താലും താഴെ കമന്റ് കാണാം, ഹാഷ്മി പഴയ SFI-കാരനല്ലേ. ഈ ഒരു ചോദ്യത്തിനോട് എങ്ങനെ മറുപടി പറയുന്നു? എന്ന് പറഞ്ഞാൽ ഞാനൊരു സംഘടനാ പ്രവർത്തകനായിരുന്നു, SFI-കാരനായിരുന്നു. കോളേജിലും PG പഠിക്കുമ്പോഴൊക്കെ വളരെ സജീവമായ സംഘടന എനിക്കുണ്ടായിരുന്നു. എന്താണ് എൻ്റെ ഒരു അസ് എ പൗരൻ എന്ന രീതിയിൽ നമ്മളെ വളർത്തുന്നതിൽ എന്താണ് ഒരു അനീതി കാണുമ്പം ശക്തമായി പ്രതികരിക്കണം എന്ന് തോന്നുന്നതിൽ ഒക്കെ എൻ്റെ ആ സംഘടനാകാലം പിന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നതിൽ, നമ്മൾ മറ്റു മനുഷ്യർക്ക് വേണ്ടി നിൽക്കുന്നതിൽ, നമ്മൾ നമുക്ക് വേണ്ടി അല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി ഏത് എക്സ്റ്റൻറ്റിലും സംസാരിക്കുന്നതിൽ ഒക്കെ എൻ്റെ ആ കൂട്ടായ്മ കാലം എനിക്ക് ഉപകാരപ്പെട്ടുണ്ട്. എൻ്റെ ഉള്ളിൽ ഓഫ് കോഴ്സ് രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയമില്ലാത്ത ഒരു മനുഷ്യരും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ധാരണ. പക്ഷേ ജോലിയിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ 100% നമ്മൾ ഫ്ലോറിനകത്തോട്ട്, നമ്മുടെ ന്യൂസ് റൂമിനകത്തോട്ട് കയറുമ്പോഴത്തേക്കും ഉള്ളിലുള്ള രാഷ്ട്രീയം അങ്ങനെ എടുത്ത് മാറ്റിവെക്കുകയും നമ്മൾ ചെയ്യുന്ന പണിയോട് 100% ആത്മാർത്ഥത കാണിക്കുകയും ഒരു വിഷയത്തിൻ്റെ ഇഷ്യൂവിൻ്റെ അതിൻ്റെ പല വശങ്ങൾ പരിശോധിക്കുകയും അതിലേതാണ് നീതി എന്നത് നമ്മുടെ രാഷ്ട്രീയം ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കപ്പെടാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. ഞാൻ അങ്ങനെ മനഃപൂർവ്വം ഞാൻ ശ്രദ്ധിക്കാറുമുണ്ട്. ഞാൻ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. അതായത് ചേട്ടന് യൂസ് ചെയ്യുന്ന വാക്കുകളിൽ ഒരു വിൽ പവർ ഉണ്ട്, എന്താ പറയുക, ഇച്ഛാശക്തി എന്ന് അങ്ങനെയൊക്കെ പറയൂലേ, നമ്മളൊരു ഭയങ്കര ഒരു പവർ ഉണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ പലപ്പോഴും പലർക്കും എങ്ങനെ തോന്നും, നാളെ ഇൻ ഫ്യൂച്ചർ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി, ഹാഷ്മി ഫ്യൂച്ചറിൽ പൊളിറ്റിക്സിലേക്ക് വരുമോ? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ എന്ത് പറയും? അങ്ങനെ ചോദ്യം ഇല്ലേ. എനിക്ക് മാധ്യമപ്രവർത്തനം ഇഷ്ടമാണ്. ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് വന്ന ജോലിയാണിത്, ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാണ്. തൽക്കാലം ഈ ജോലി തുടരും. രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിൽ പോയിക്കൂടാത്ത എന്തെങ്കിലും സംഗതി അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എൻ്റെ ഒരു ഫീൽഡ് ഇതാണെന്നും ഞാൻ സെലക്ട് ചെയ്ത, ഞാൻ ബയോകെമിസ്ട്രിക്കാരനാണ് പഠിച്ചത്. അപ്പോൾ അതിനുശേഷം ഞാൻ സെലക്ട് ചെയ്ത എൻ്റേതായ വഴിയാണ് എന്നും നല്ല ബോധ്യമുള്ളത് കാരണം എനിക്കിതാണ് ഇഷ്ടം. ഇതാണ് ഇഷ്ടം. ഇല്ല, അത് ചിലപ്പോൾ ഈ ആ വാക്കുകളിലുള്ള ഒരു, ഞാൻ ശരിക്കും എനിക്ക് തോന്നിയതാണ് ഈ ഇൻട്രോ തന്നെ എടുത്തു കഴിഞ്ഞാൽ ആ പറയുന്ന ഒരു പവർ ഉണ്ട്. അത് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവും ഇദ്ദേഹമൊക്കെ ഒന്ന് പൊളിറ്റിക്സിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നല്ലതായിരിക്കും എന്ന് തോന്നുന്നവർ തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ സിനിമയുടെ കാര്യം പണ്ട് പറഞ്ഞപ്പോഴേ, അതായത് നാടകം, ഞാൻ ഈ ഇടയ്ക്ക് കലോത്സവത്തിന് അതൊക്കെ കണ്ടപ്പോൾ വന്ന് പറയുന്നത് കേട്ടോ, പണ്ട് നാടകത്തിൻ്റെ അതുണ്ടായിരുന്നു, വെള്ളിമൂങ്ങയ്ക്കകത്ത് സിനിമയിൽ ന്യൂസ് റീഡർ ആയിട്ട് വന്ന കാര്യം പറഞ്ഞു. ഇന്ന് ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്, കണ്ടായിരുന്നു, മരണമാസം എന്ന് പറഞ്ഞ മൂവി. അതിന്റെ ഉള്ളിൽ ഞാൻ ഓർക്കാം, അന്ന് മൂവിക്കകത്ത് മീൻസ് ഇരുന്ന് വായിച്ച ആളാണ് ഇന്നത്തെ ട്രെയിലറിന്റെ പ്രധാന വിഷയം തുടങ്ങുന്നത് തന്നെ. ട്രോളിക്കൊണ്ടാണ് മരണമാസത്തിന്റെ ഉള്ളില്. കണ്ടായിരുന്നോ? അതൊക്കെ ഇങ്ങനെ തോന്നുന്നു. അത് രണ്ടുപേരും ഒന്നും എന്താ പറയുക, ഈ സിനിമ എന്ന് പറയുന്നത് മീഡിയ വല്ലാത്തൊരു മീഡിയ, ഭീകരമായ മീഡിയ. സിനിമക്കാരനാവണമെന്നുള്ള ആരും നമ്മുടെ കോളേജുകാരത്ത് നമ്മുടെ ആഗ്രഹം ഒരു സിനിമാ സംവിധായകനാകണം എന്നുള്ളത് തന്നെയാണ്. പിന്നെ പിന്നെ വഴിമാറി ഇങ്ങനെ പോകുന്നു. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളിമൂങ്ങയ്ക്കകത്ത് ഞാൻ ഒരൊറ്റ ഫ്രെയിമിലാണ് ആ വാർത്ത വായിച്ചത്. ഒരു തവണ ബസ്സിൽ വെച്ച് ഒരാൾ എന്നോട് ചോദിച്ചു, ചേട്ടൻ വെള്ളിമൂങ്ങയിൽ വാർത്ത വായിച്ച ആളുകൾ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ അത്രയും വർഷം ഞാൻ ജോലി ചെയ്തിട്ടും അതൊന്നും കാണാതെ വെള്ളിമൂങ്ങ മാത്രം കണ്ട് ചോദിച്ച ഒരാളുണ്ട്. പോട്ടെ, അത് സിനിമയുടെ ഒരു മാസ് മീഡിയ കപ്പാസിറ്റി പറഞ്ഞാൽ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ ആ പറയുന്ന ഭാഗമില്ല, ആ പറയുന്ന ഭാഗം അത് എന്നോട് തന്നെ ചെയ്യാൻ സിജു സണ്ണി പറഞ്ഞായിരുന്നു, എന്നോട് വിളിച്ചായിരുന്നു. എനിക്ക് ഞാൻ പോയി ചെയ്യാമെന്നും വിചാരിച്ചാണ്, ഒരു സ്വയം ട്രോട്ട് എന്നുള്ളത് ഞാൻ പോയി ചെയ്യാമെന്നും വിചാരിച്ചാണ്. അതിനിടയ്ക്കാണ് വയനാട് ദുരന്തം ഉണ്ടാകുന്നതും. പിന്നീട് അതിന്റെ വഴിക്ക് പിന്നെ സമയം കിട്ടാതായി പോയതാണ്. യഥാർത്ഥം ഞാൻ തന്നെ ചെയ്യേണ്ട സാധനമായിരുന്നു. അതെ, പക്ഷെ അതിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഭയങ്കര ട്രോളായി പോയി എന്തായാലും. അപ്പൊ എന്തെങ്കിലും ഇപ്പോഴും ഒരു സിനിമാ മോഹം ഉണ്ടോ? ഇപ്പൊ ഈ ഇങ്ങനെയല്ലാണ്ട് ആസ് എ ന്യൂസ് റീഡർ അല്ലാണ്ട് സിനിമാ മോഹം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടാവൂ? ഇല്ലായിരിക്കും. എന്നാലും ഞാൻ ചെയ്യുന്ന കോൾ വന്നിട്ടുണ്ടോ? വേറെയും കോൾ വന്നിട്ടുണ്ടോ? ക്യാരക്ടർ റോളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെ ക്യാരക്ടർ റോൾ എനിക്ക് അതിനകത്ത് വാർത്ത വായിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് കൂടുതൽ വന്നിട്ടുള്ളൂ, അല്ലാതെ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. ഇനി ഇത് പറഞ്ഞപ്പോ പണ്ട് മമ്മൂക്കയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഒരു അപ്രിസിയേഷൻ ആണല്ലേ. അതേമാതിരി ഈ അടുത്ത് വേറെ ഏതെങ്കിലും സെലിബ്രിറ്റീസ് വിളിച്ച് പറഞ്ഞിട്ട് ഒന്ന് ഷോക്കായോ അല്ലെങ്കിൽ സന്തോഷിച്ച മൊമെന്റ് ഉണ്ടോ? ഇടയ്ക്കൊക്കെ ആൾക്കാർ ഇപ്പം ജഗദീഷ് ചേട്ടൻ ഇടയ്ക്ക് ഒരു ഇൻട്രോ കണ്ട് ഇഷ്ടം വിളിക്കാറുണ്ട്. പിന്നെ
ഞാൻ ഇടയ്ക്ക് ഓരോരുത്തരൊക്കെ വിളിക്കാറുണ്ട്. ഇപ്പം ഡയറക്ടേഴ്സ് ഒക്കെ ഡയറക്റ്റ് വിളിച്ച് ചോദിക്കുകയാണ് ഒന്നൊന്ന് ചെയ്യാമോ എന്ന് വരെ. മെയിൻ സെൻട്രൽ ആ ടീസറിന്റെ ആള് തന്നെ ആയി കഴിഞ്ഞപ്പോ ഇപ്പൊ ഡിമാൻഡ് കൂടി കാണുമെന്ന് എനിക്ക് സിനിമയ്ക്ക് വേണ്ടി അവർ ചോദിച്ചാൽ ഞാൻ പോയി ചെയ്യണമെന്ന് വിചാരിച്ചാണ്, നടന്നില്ല. ഓക്കെ. പിന്നെ അതേമാതിരി വേറൊരു കാര്യം, ഇപ്പം നമ്മുടെ മീൻസ് യങ് ജനറേഷൻ ഭയങ്കര ഒരു അപ്പൊളിറ്റിക്കൽ എന്ന് പറയാം. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയമോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഒരു ആസ് എ ന്യൂസ് ആങ്കർ അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതായത് യങ് ജനറേഷനിലേക്ക് എത്രത്തോളം അവർ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾ പൊതുവേദികളിൽ ചർച്ചകൾ വെക്കാറുണ്ട്. യങ് ജനറേഷനെ നിങ്ങൾ നോക്കിക്കാണുമ്പോൾ എത്ര ശതമാനത്തോളം ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്? ആ പൊളിറ്റിക്കൽ ആയിട്ടാണല്ലോ പലരുടെയും ഒപ്പീനിയൻസ് വരുന്നത്. അതിനെ എങ്ങനെ കാണുന്നു ശരിക്കും പറഞ്ഞാൽ? അത് കുറച്ചുകൂടെ സീരിയസ് ചോദ്യമാണ്, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതാണ്. നമുക്ക് വേറെ ഒരു വിശാലമായ സംസാരത്തിൻ്റെ കാര്യം. എന്നാൽ പോലും യങ് ജനറേഷൻ, ഞാൻ പറഞ്ഞു ഇപ്പൊ എന്നെ ഫോളോ ചെയ്യുന്നത്, എന്നെ കേൾക്കുന്നവരിൽ കുറേ അധികം കുട്ടികളുണ്ട്. അത് നേരിട്ടറിയാവുന്ന കാര്യമാണ്. നമുക്ക് ബോധ്യമുള്ള കുറേ അധികം കുട്ടികളും ഈ പറയുന്ന ആൾക്കാരുണ്ട്. എൻ്റെ കാര്യം. പക്ഷേ ഇൻ ജനറൽ പറയുകയാണെങ്കിൽ ഇവർ എത്രത്തോളം ഇത് കേൾക്കുന്നുണ്ടെന്നും ഇത് ഏതെങ്കിലും തരത്തിൽ അവരെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് അവരുടെ ഉള്ളിൽ ഒരു ആങ്കർ ഓഫ് കോഴ്സ് ഉണ്ട്. അവരുടെ ഉള്ളിൽ ഒരു ഒരു അനീതിക്കെതിരെ നീതി എന്ന ഒരു ബേസിക് കൺസെപ്റ്റ് അവരുടെ ഉള്ളിലുണ്ട്. അത് ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്നതല്ല. അവർക്ക് വേറെ ടൈപ്പ് ഓഫ് രാഷ്ട്രീയമുണ്ട്. അനീതിക്കെതിരെ അധർമ്മത്തിനെതിരെയൊക്കെ ശബ്ദമുയർത്തുന്ന വേറെ ടൈപ്പ് ഓഫ് കൈൻഡ് ഓഫ് ഒരു ഹ്യൂമനിസ്റ്റിക് രാഷ്ട്രീയം അവരുടെ ഉള്ളിൽ ഓഫ് കോഴ്സ് ഉണ്ട്. അത് നമ്മൾ ഈ കാണുന്ന നമ്മുടെ കക്ഷി രാഷ്ട്രീയമല്ല. രണ്ടാമത്തെ കാര്യം, അവരുടെ ലോകം വേറൊരു ലോകമാണ്. ഞാൻ നമ്മുടെ ഈ ലഹരി സമയത്തെ ചർച്ചകളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻറ്റ് ലോകമാണ്. അവരുടെ വായന വേറെയാണ്, അവരുടെ ആലോചന വേറെയാണ്, അവരുടെ അവർ കളിക്കുന്ന ഗെയിം. നമുക്ക് യഥാർത്ഥത്തിൽ നമുക്കിപ്പോഴും അവരുടെ ലോകത്തോട്ട് ഇറങ്ങിപ്പോകാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് ഞാൻ പറയുന്നുണ്ട് ഇപ്പോഴും. അങ്ങനെ ഞാൻ പറയുന്നത് ബേസിക്കായിട്ട് നമ്മുടെ അധ്യാപകർക്കോ രക്ഷകർത്താക്കൾക്കോ പോലും അത് 100% വിജയിക്കാറില്ല. അങ്ങനെ വിജയിക്കാത്തടുത്ത് നമ്മുടെ ഈ വാർത്ത എന്ന് പറയുന്ന ഒരു സങ്കല്പം അവരിലേക്ക് ഇറങ്ങുന്നു, അല്ലെങ്കിൽ വാർത്ത എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് അവരിലേക്ക് ഇറങ്ങി ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ഉണ്ടാക്കുന്നു എന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമാണ് ഈ കാലത്ത്. അപ്പോഴും ഞാൻ പറയുന്നുണ്ട്, എന്നെ കാണുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ അതാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ തൊപ്പി എന്ന് പറയുന്ന ഒരു പയ്യനുണ്ടല്ലോ, ഞാൻ ഒരുപാട് വിമർശിച്ചുള്ള പയ്യനാട്ടോ ഒരു സമയത്ത്. ഞാൻ പറയുന്നത് നമ്മുടെ ഒരു ഷഹബാസ് എന്ന് പറയുന്ന ഒരു പയ്യനെ കൊന്നായിരുന്നു. നമ്മുടെ ആ സംഭവത്തിൻ്റെ ഒരു ഇൻട്രോ തൊപ്പി അവൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കുന്നത് വേറൊരാൾക്ക് അയച്ചു തന്നു എന്ന് പറഞ്ഞാൽ അവരെ ആ ജനറേഷനെയും ഏതോ തരത്തിൽ അത് സ്വാധീനിക്കുന്നുണ്ടാണല്ലോ അവരിടുന്നത്. അപ്പം എന്തോ ഒരു കണക്ട് ഉണ്ട്. ഓഫ് കോഴ്സ് അതെനിക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ. ഇതെല്ലാം പറയുമ്പോഴും ഈ ഭയങ്കര ഒരു ഹൈ ഡിമാൻഡിങ് ജോബാണ് ഇപ്പം പറഞ്ഞ മാതിരി. നമുക്ക് മീൻസ് നിങ്ങളുടെ ഈ ഒരു ജോലി എന്ന് പറയുന്നത് ഇതിനെല്ലാം വിട്ടിട്ട്, അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ഈ വർക്ക് ലൈഫ് ബാലൻസ് ഫാമിലി റിലേറ്റഡ് ആയിട്ട് വളരെ കഷ്ടമാണ്. എത്രത്തോളം പരിഭവം ഉണ്ട് വീട്ടിൽ? നല്ല പരിഭവം ഉണ്ടായിരുന്നു, നല്ല പരിഭവം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്കങ്ങനെ വീട്ടിൽ നിൽക്കാനോ എവിടെയെങ്കിലും ഒന്ന് കുഞ്ഞിനെ കൊണ്ടും എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകാനോ സമയം വളരെ തുച്ഛമേ കിട്ടാറുള്ളൂ. പിന്നെ ആദ്യമൊക്കെ ഭയങ്കര പരിഭവം കുറഞ്ഞു അവർക്ക് മനസ്സിലാവില്ല, എന്നോട് പറഞ്ഞൊന്നും കാര്യമില്ല എന്നൊരു അവസ്ഥയിൽ ഇപ്പം എത്തിയിട്ടെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ പല പരിഭവങ്ങൾ കേൾക്കാറില്ല. ഇപ്പം ഞാൻ ഈ സെലിബ്രിറ്റി ലെവൽ എന്ന് പറയുന്നത് ഇപ്പം ശരിക്കും സെലിബ്രിറ്റി ലെവലിലാകുമ്പോൾ തന്നെ ഫാമിലി ബേസിസിലാണെങ്കിൽ അല്ലാണ്ടാണെങ്കിലും ഇതിലൊരു പ്രിവിലേജ് ഒക്കെ വന്നതുപോലെ തോന്നുന്നുണ്ടോ? ഞാനിപ്പോൾ കുറച്ചും കൂടി അറിയപ്പെടുന്ന ഒരാളാണ്, സ്റ്റാർ വാല്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം തോന്നുന്നുണ്ടോ? ഇല്ല, ഇല്ല, ഞാൻ നോർമൽ ആയിട്ടാണ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. ഞാനൊരു സെലിബ്രിറ്റി, നമ്മൾ വാർത്തയ്ക്കകത്ത് സെലിബ്രിറ്റി എന്നൊരു സാധനം യഥാർത്ഥത്തിൽ ഇല്ല. യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ആൾക്കാർ കാണുന്നത് ഒരു സിനിമാ താരത്തെ കാണുന്ന പോലെ അല്ല. ഞാൻ പറഞ്ഞു ഇഷ്ടം എന്ന് പറഞ്ഞില്ല. ഇഷ്ടം എന്ന് പറയുന്ന സാധനം ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു ഒരു മമ്മൂട്ടിയോ മോഹൻലാലിനെയോ ഒന്നും ആൾക്കാർ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കൂല. അവരെ ഒരു താരമാണല്ലോ. നമ്മളെ ആൾക്കാരൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വരും. എത്ര അനുഭവം ഉണ്ടോ? കെട്ടിപ്പിടിച്ച് ഉമ്മ വരും. അതെന്തുകൊണ്ടാണ്? അത് ഞാൻ പറഞ്ഞത് അത് ഈ പറയുന്ന ഫാൻ സാനോ സ്റ്റാർ സാനോ ഒന്നും അല്ലെന്ന്, അതൊരു ഇഷ്ടമാണ്. നമ്മൾ അവരുടെ കൂടെ അവരുടെ പ്രതലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ അതിനെങ്ങനെ കാണുന്നുള്ളൂ, അങ്ങനെയാണ് താനും. അതെ, അത് എനിക്കറിയാം. എന്നാലും ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഈ സെലിബ്രിറ്റി ലെവലിൽ നിന്ന് ഞാൻ പറഞ്ഞു പോകുന്നതാണ്. ഇതേപോലെ ഇപ്പം ഫാമിലിയുടെ കാര്യമെല്ലാം പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും സൗഹൃദത്തിൻ്റെ കാര്യം കൂടി ഒന്ന് പറയേണ്ടി വരും. അപ്പം ഞാൻ കുറച്ച് നാൾ മുന്നേ ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ട, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പറയുണ്ടായി, അതായത് പണ്ടെല്ലാം പത്രപ്രവർത്തകർക്കിടയിൽ തന്നെ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ അങ്ങനെയല്ല എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കുറേ നാൾ മുന്നേ കണ്ടതായിട്ടുണ്ട്.
അത് എത്രത്തോളം ശരിയാണ്? ഈ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ എത്രത്തോളം സുഹൃത്തുക്കളുണ്ട് ചേട്ടന്? എന്ന് പറഞ്ഞാൽ അതാന്നില്ല, ഞാൻ പറഞ്ഞു, ഞാൻ ഏഷ്യാനെറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് 6 വർഷത്തോളം, മാതൃഭൂമിയിൽ 8 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്, 24 3 വർഷമാവുന്നു, ജീവൻ ടി വിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ബാംഗ്ലൂർ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആദ്യകാലത്തെ ഇല്ലെങ്കിൽ എനിക്ക് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ഞാനൊരു ഭയങ്കര സുഹൃത്തുക്കൾ ഉണ്ടാക്കുന്ന ഒരാളല്ല ബേസിക്കലി. ഉള്ള കുറച്ച് സുഹൃത്തുക്കൾ ഇപ്പോഴും സുഹൃത്തുക്കളായിട്ടുണ്ട്. പക്ഷെ സാറ് പറഞ്ഞത് കുറച്ചുകൂടെ വിശാലമായ അർത്ഥത്തിലാണ്. അത് ശരിയുമാണ്. എന്നാൽ നമ്മൾ ഭയങ്കരമായ മത്സരത്തിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ശരിയാണ് ഒരു അനാരോഗ്യകരമായ അത് വ്യക്തിതലത്തിലോട്ട് പോകുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കുന്നതൊക്കെ സംഭവങ്ങളുണ്ട്. സാറ് പറഞ്ഞ സത്യം, അതെനിക്ക് നേരിട്ട് ബോധ്യമുണ്ട്, അനുഭവങ്ങളുണ്ട് കേട്ടോ പല കാര്യങ്ങളും. ഒരു കോമ്പറ്റീഷൻ ഫാക്ടർ നിൽക്കുന്നത് കൊണ്ടാകാം അത് അല്ലേ. ഇപ്പൊ ഈ അടുത്ത് ഒരു വിവാദം ഉണ്ടായി. അതായത് ഇപ്പൊ ഈ നമ്മൾ ചാനലുകളുടെ ഇടയിലുള്ള കോമ്പറ്റീഷൻ പറയുമ്പോൾ തന്നെ ഈ അടുത്ത് ഒരു ചർച്ചയ്ക്കിടയിൽ മോശ പരാമർശം നടത്തി എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് വരെ പോവുകയുണ്ടായി. അപ്പൊ അത് ഞാൻ പല ചാനലുകളും ഒന്ന് കുറച്ച് ആഘോഷമാക്കുക എന്നല്ല, അതിനെ പറ്റി ഒരു റിപ്പോർട്ടിംഗ് വരെ കാണുകയുണ്ടായി. അപ്പൊ അതെന്നെ ശരിക്കും പറഞ്ഞാൽ ഈ കോമ്പറ്റീഷന്റെ ഒരു ഭാഗമായിട്ടാണോ അങ്ങനെ ഒരു ചർച്ചകളൊക്കെ വരുന്നതായിട്ട് അതെന്ത് തോന്നുന്നു? അത് എത്ര കൂടുതലുള്ള കേസാണ് എനിക്ക് എത്ര പറയാൻ പറ്റുന്ന അറിഞ്ഞൂടാ, നമ്മൾ കേസിലാണ്. പക്ഷെ അതെന്ന് പറഞ്ഞാൽ ആ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഒരു നവകേരള ബസ് ഒരു KSU പ്രവർത്തകർ ഷൂറിനെ ബന്ധപ്പെട്ട് അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തായിരുന്നു. അപ്പോൾ അതിൽ ആ മാധ്യമപ്രവർത്തകർക്കെതിരെ വളരെ സൈബർ അറ്റാക്ക് ഉണ്ടാവുകയും അതിന് ഹേതുവായ എന്ന് പറഞ്ഞാൽ ഒരു നേതാവ് നമ്മളുടെ ഫേസ്ബുക്കിൽ പരസ്യമായി എൻ്റെ സഹപ്രവർത്തകരുടെ നമ്പർ എടുത്തിടുകയും അതിനെ തുടർന്നുണ്ടായ ഒരു ചർച്ചാ ദിവസങ്ങളാണ് ആ സംഭവം. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ കോടതിയിലായതാണ് നമ്മൾ ആ കേസിൻ്റെ മെറിറ്റിലോട്ട് പോകണ്ട. പക്ഷെ എന്നാൽ പോലും ഞാൻ 2 സഹോദരിമാരുടെ സഹോദരനാണ്. ഈ 2 സഹോദരിമാരാണ്. എനിക്കുള്ളത് ഒരു പെൺകുഞ്ഞാണ്. പെൺകുട്ടികളെ ആരെയും ഏതെങ്കിലും തരത്തിൽ ഇൻറ്റിമിഡേഷനോ ഏതെങ്കിലും തരത്തിൽ അക്രമത്തിനോ അതിക്രമത്തിനോ സൈബർ വേട്ടയ്ക്കോ ഇട്ട് കൊടുക്കരുത് എന്നുള്ള നിലപാടാണ്. പക്ഷേ എന്നാൽ പോലും എസ്പെഷ്യലി ഇര സൈഡിൽ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചൊന്ന് വേദനിക്കും. അത് ഇനിയും അങ്ങനെ തന്നെ വേദനിക്കും. അതാണ് അതിനകത്ത് സ്റ്റാൻഡ്. പിന്നെ അത് വാർത്തയാക്കിയവരുണ്ട്. അതിനകത്ത് ഓഫ് കോഴ്സ് ഈ പറയുന്ന പോലെ ചില രാഷ്ട്രീയ സാധനമൊക്കെ ഉണ്ടാവും. ഈ ചാനൽ ചർച്ചകൾ എപ്പോഴും ഒരു ഹെൽത്തി ഡിബേറ്റ് ആവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യാറ്? കാരണം പലരും പറയും അത് ശരിക്കും ഒരു സംവാദമാണ്, പക്ഷെ അതിന് വേറെ ഇന്നൊരു തർക്കത്തിൻ്റെ ലെവലിലേക്കാണ് പോവുക. അപ്പോൾ ആസ് എ ആങ്കർ അല്ലെങ്കിൽ മീഡിയേറ്റർ എന്ന നിലയിൽ എന്താ സ്വീകരിക്കാറ് പതിവ് ഒരു മോഡറേറ്റ് രീതിയിൽ കൊണ്ടുപോകാൻ? ഇങ്ങനെ ചില വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് അങ്ങ് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ബഹളമാവും. അത് ആ വിഷയത്തിൻ്റെ ഒരു ചൂട് പോലിരിക്കും സാധനം. ചില വിഷയങ്ങളിൽ എന്നാൽ സമാധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പം ഏറ്റവും ഈ അടുത്ത കാലത്ത് നമ്മുടെ സിനിമ ഈ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഈ വയലൻസിനെ സിനിമ സ്വാധീനിക്കുന്നുണ്ടോ എന്നൊരു ചർച്ച. എനിക്ക് 6 ഗസ്റ്റുകളുണ്ടായിരുന്നു. 6 ഗസ്റ്റുണ്ടായിട്ടും എല്ലാവർക്കും സംസാരിക്കാൻ മതിയായ സമയം കിട്ടുകയും വളരെ ശാന്തവും സമാധാനവും പോയി ചർച്ച ചെയ്ത് അങ്ങനെ പോകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. എന്നാൽ ചില ഹൈലി പൊളിറ്റിക്കലി ചാർജറായ ചർച്ചകളാകുമ്പോഴത്തേക്കും നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരല്ലോ, വന്നിരിക്കുന്ന ഗസ്റ്റുകൾ കൂടെ വിചാരിക്കണമല്ലോ ഇത് സമാധാനമായി പോകണം. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറില്ല. എന്ന് പറഞ്ഞാൽ ഈ ചർച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹം തന്നെയാണല്ലോ. സമൂഹത്തിലുള്ള കശുശയും സമൂഹത്തിലുള്ള സമാധാനവും ആ പറയുന്ന ആ പീസിലോട്ട് വന്ന് കയറും സ്വാഭാവികമാണ്. സ്വാഭാവികമായിട്ട് അവിടെ ഇടയിലെല്ലാം ഒരസലൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള രീതിയിൽ. ഒരു കുട്ടി ചെറിയൊരു ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ അതും കൂടി ഒന്ന് ചോദിച്ചോട്ടെ. ന്യൂസ് പേഴ്സണാലിറ്റീസിനെ അഡ്മയർ ചെയ്യുന്ന കാര്യം പറയുമ്പോൾ ബർക്കാദത്ത് ഈ നാഷണൽ ടെലിവിഷനിലേക്ക് പോകുന്നത് കേട്ടിട്ടുണ്ട്. കേരള മീഡിയയിൽ ചേട്ടൻ അഡ്മയർ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആരാണ്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു റോൾ മോഡൽ ആരെ ആക്കുന്നുണ്ടോന്നാണെങ്കിൽ റോൾ മോഡൽ അല്ലെങ്കിൽ ഇൻസ്പയർഡ് ആയ ഇൻസ്പയർഡ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി പണ്ട് തൊട്ടേ ഉള്ള ഒരാളെ ഞാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയും പറയും. ഇവരുടെ കൂടെ ഒക്കെ ഞാൻ വർക്ക് ചെയ്തവരാണ്. ഏഷ്യാനിലായിക്കോട്ടെ മാതൃഭൂമിയിലായിക്കോട്ടെ ഇവരുടെ കൂടെ ഒക്കെ ഞാൻ അതൊക്കെയാണുള്ള പ്രധാനപ്പെട്ട ചാനലുകൾ. ഇവരോടൊക്കെ ഞാൻ വർക്ക് ചെയ്തവരാണ്. അപ്പോൾ എനിക്ക് ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളും ചേട്ടന്മാരെ പോലെയൊക്കെ ഉള്ളവരാണ്. എല്ലാവരും മിടുക്കന്മാരാണ്. ഇപ്പൊ ഇന്ന ഒരാളുടെ പേര് പറയാന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരാൾ എനിക്കില്ല. ഡിപ്ലോമാറ്റിക് ആൻസർ ഡിപ്ലോമാറ്റിക് അല്ല, ട്രൂലി ഡിപ്ലോമാറ്റിക് ആൻസർ അല്ല, സത്യമാണത്. സത്യസന്ധമായ ഒരു പേര് പറഞ്ഞാൽ വേറെ ആൾ പിണങ്ങുന്നുള്ളതല്ല. അതേപോലെ ലൈവായിട്ട് നടന്നത് എന്തെങ്കിലും ഒരു ഫണ്ണി ഇൻസിഡന്റ് ഉണ്ടോ? ഈ പണ്ട് ഞാനൊരു സംഭവം അവർക്ക് ദേഷ്യത്തിൽ പറഞ്ഞാണ്, ഞാൻ മറന്നുപോയത്, മലപ്പുറത്തെ മണ്ണംകെട്ടയോ, അത് ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ. അത് പക്ഷെ
നമ്മളെല്ലാവരും അതെടുത്ത് ഒത്തിരി ആഘോഷിച്ചു. നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ ചിരിക്കായിരുന്നിട്ട്. പക്ഷെ അങ്ങനെ പറയണ്ടായിരുന്നു. സോറി, അല്ല പറയരുതായിരുന്നു അല്ലേ? അല്ല ഞാനങ്ങനെ പറയരുതായിരുന്നു. എന്നാലും അതാന്ന് അത് മണ്ണാങ്കട്ട എന്നുള്ള വാക്ക് സത്യം പറഞ്ഞാൽ അൺപാർലമെന്ററി വാക്കൊന്നും അല്ല. ഇപ്പൊ നാട്ടുഭാഷ പറയുന്നതാണ്. നാട്ടുഭാഷ പറയുന്നത്. അപ്പം എന്നാ പോലും ആ ചർച്ച ഇതുപോലൊരു ചാർജിൽ ചർച്ചയാണ്. ചാർജിൽ ചർച്ചയാണ് എന്ന് പറഞ്ഞാൽ ഒരു കേരളത്തെ പറ്റി വളരെ മോശമായിട്ട് ഒരാൾ പറയും, വേറൊരാൾ വന്നിരുന്ന് ആ പറഞ്ഞ മോശത്തിന് അപ്പുറം മോശമായിട്ട് സംസാരിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ആ പുള്ളി അതിനെ ചെറുക്കാൻ ഒരു വളരെ ഫ്ലിംസി ആയിട്ടുള്ള കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊരു നോർമലായിട്ട് പറഞ്ഞു ഉണ്ടായിരുന്നു മണ്ണാങ്കട്ട എന്ന് പറഞ്ഞാണ് സാധനം. അങ്ങനെ യഥാർത്ഥത്തിൽ പറഞ്ഞുകൂടാ. പിന്നെ ഞാൻ മണ്ണാങ്കട്ട നമുക്ക് ഉപയോഗിച്ചിട്ടില്ല. അതേമാതിരി വേറെ എന്തെങ്കിലും ഒരു ഫണ്ണി ഇൻസിഡന്റ് ഉണ്ടോ? പറ്റിപ്പോയല്ലോ എന്ന് വിചാരിക്കുന്നത് ഇതല്ലാണ്ട് ഇത് ഞാനായിട്ട് എടുത്തിട്ടതാണ്. വേറെ എന്തെങ്കിലും ഒരു ഫണ്ണി ഇൻസിഡന്റ് ഉണ്ടോ അങ്ങനെ ലൈവായിട്ട് നടന്നത്? ഫണ്ണിയായിട്ടുള്ള ഇൻസിഡന്റ് ലൈവായിട്ടാണോ? ആഫ്റ്റർ ഓഫീസ് ടൈം ആയതുകൊണ്ടാണോ ചേട്ടന് ഒന്നും ഓർമ്മയില്ല? ചുമ്മാ ചോദിക്കുന്നത് കേട്ടോ. അതേമാതിരി ഈ നമ്മുടെ ഗോ ടു സ്ട്രെസ് റിലീഫ് എന്താണ്? ഇത്രയും ദിവസത്തെ പാക്ഡ് ഇത് കഴിഞ്ഞിട്ടൊരു ഗോ ടു സ്ട്രെസ് റിലീഫ് എന്തായിരിക്കും? വീട്ടിൽ പോവാ, കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കാന്നുള്ളതാണ് സ്ട്രെസ് റിലീഫ്. മെയിൻ അതാണ്. ഓക്കെ, ഇനി ഒരു ജേർണലിസ്റ്റ് അല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? എന്നുള്ള ആഗ്രഹങ്ങൾ ജേർണലിസ്റ്റ് ആവുക അല്ലെങ്കിൽ പൈലറ്റ് ആവുക എന്നുള്ളതായിരുന്നു. പൈലറ്റ് ആവുക എന്നുള്ളത് അതിന്റെ ആഗ്രഹങ്ങളൊന്നും. ചിലപ്പോൾ ഇനി ജേർണലിസ്റ്റ് അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ എൻ്റെ വഴി തൊട്ടി ആ വഴി ഇതിലേക്ക് പോയാലും. ഓക്കെ, ഇനി നിലവിലുള്ള ജോബിനെ ഒരൊറ്റ വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്യണം. ബ്യൂട്ടിഫുൾ. ഇനി ഒരു ആങ്കർ എന്ന രീതിയിൽ അങ്ങയെ പറ്റി അല്ലെങ്കിൽ പൊതുവെ ആ ഒരു ജോലിയെ പറ്റി മിസ്അണ്ടർസ്റ്റാൻഡ് ആൾക്കാർ ചെയ്യുന്ന ഒന്നെന്താണ്? അത് ഒറ്റ വാക്കിൽ പറയാനില്ല. എന്നാൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളിപ്പോൾ നമ്മളൊരു വിഷയത്തിലെടുക്കുന്ന ഇഷ്യൂ ബേസ്ഡ് നിലപാടാണ്. ആ ഇഷ്യൂവിൻ്റെ നമ്മുടെ ഒരു നീതിപക്ഷത്തിന് വേണ്ടി അങ്ങേയറ്റം നിൽക്കും. അപ്പോൾ ഉറപ്പായിട്ടും ഒരു വിഷയത്തിന് രണ്ട് പക്ഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് അതികഠിനമായി വിയോജിപ്പ് തോന്നും. അത് കാലാകാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ചില സമയത്ത് അത് CPM കാരാണെങ്കിൽ, ചില സമയത്ത് കോൺഗ്രസ്സുകാരാണ്, ചില സമയത്ത് അത് BJP കാരാണ്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ മറ്റ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഒരു ബോധ്യം എന്താണ്? നമ്മൾ നിൽക്കുന്നത്, ഞാൻ പിന്നെ പറഞ്ഞാൽ ചിലപ്പോൾ ആ ബോധ്യം തെറ്റായിരിക്കും, പക്ഷേ എന്നാൽ നമ്മുടെ ഒരു ബോധ്യത്തിൽ നമ്മൾ നിൽക്കുന്ന ഒരു പക്ഷത്തിന് വേണ്ടി നിൽക്കുക, അല്ല നിഷ്പക്ഷമാവുക എന്നുള്ളതല്ല, ഒരു പക്ഷത്തിന് വേണ്ടി നിൽക്കുക. ആ പക്ഷം സത്യത്തിൻ്റെ നീതിയുടെ പക്ഷമാവുക എന്ന് ഉറപ്പിച്ച് നിൽക്കുകയാണല്ലോ. അപ്പോൾ ഓഫ് കോഴ്സ് ഒരു പക്ഷം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന കുറേയധികം വിയോജിപ്പുകളുണ്ട്. അതെല്ലാ കാലത്തോടും ഇപ്പോഴും ഉണ്ട്. അത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതെ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവൻ കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്, അല്ലെങ്കിൽ ഇവൻ കടുത്ത BJP വിരുദ്ധനാണ്, ഇവൻ കടുത്ത കോൺഗ്രസ് വിരുദ്ധനാണ് എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ ചിലപ്പോൾ ഈ കാലത്ത് കൂടുതലുണ്ടാവുമായിരിക്കും. അങ്ങനല്ല, നമ്മൾ വിരുദ്ധനല്ല, നമ്മൾ ജനപക്ഷത്ത് നിൽക്കുന്നതാണ്, അതിനുവേണ്ടി സംസാരിക്കുന്നതാണ്. അതത്രേ ഉള്ളൂ അതിനകത്ത്. ഇത് പറയുമ്പോൾ ഈ പണ്ടൊക്കെ ഭീഷണികൾ വന്നതിൻ്റെയൊക്കെ കാര്യം പറയും. ഇന്ന് എനിക്കതൊന്നും ഏൽക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പോലും പിന്നീട് ഈ ഭീഷണികൾ വരുന്നതൊക്കെ പതിവാണ് ഇപ്പോഴും. ശരിക്കും പറഞ്ഞാൽ ഭീഷണി ആഫ്റ്റർ പ്രൈം ഡിബേറ്റ് ആണെങ്കിലും അല്ലാണ്ടൊക്കെ ആണെങ്കിലും നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ, അതൊക്കെ ഇപ്പോഴും ഉണ്ടോ? അങ്ങനെയൊക്കെ വരുന്ന ഇൻസിഡൻസ് ഉണ്ടാവാറുണ്ട്. അതുണ്ടെന്നേ, അത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പാർട്ട് ഓഫ് ദ ഗെയിമാണ് അതൊക്കെ. എന്നാൽ ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് തന്നെയാണ് അതിനെ കാണുന്നത്. എനിക്കൊന്ന് ഇപ്പം ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കുറച്ച് കൂടുന്നില്ല. അത് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ കുറച്ച് വേറെ ടൈപ്പ് ഓഫ് കുറച്ച് അഗ്രസീവ് ഒക്കെ ആവുന്നുള്ളൂ. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം. കൂടുതൽ സോഷ്യൽ മീഡിയ കൂടെ തന്നെയാണ്. പലപ്പോഴും ഞാൻ എൻ്റെ ഫോണിൽ വിളിച്ചാൽ ഞാൻ എടുക്കാതിരിക്കില്ല. എൻ്റെ ഫോണിൽ ആര് വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കാറുണ്ട്. തെറിയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കാറുണ്ട്. സംസാരിക്കാറുണ്ട്. തർക്കിക്കാനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ തെറിയുടെ ലെവൽ വരെ എത്തുമ്പോൾ തർക്കിക്കാറുണ്ട്. ഇതൊക്കെ ഫോൺ എടുക്കാറുണ്ട്. അതൊക്കെ പാർട്ട് ഓഫ് ദ ഗെയിം. എന്നാലും ഞാൻ ഒന്നും നിരസിക്കാറില്ല. വരുന്നതെല്ലാം ഞാൻ നോക്കി അതിന് അനുസരിച്ചുള്ള മറുപടികളും കൊടുക്കാറുണ്ടോ? ഞാൻ എൻ്റെ ഫോണിൽ വരുന്ന, ഞാൻ ഓണർ അല്ലാത്ത സമയത്ത് ഫോണിൽ വരുന്ന കോളൊക്കെ എടുക്കാറുണ്ട്. ഓണർ അല്ലാത്ത സമയത്ത് ഓണർ എടുക്കാൻ പറ്റത്തില്ല നമുക്ക്. ഓക്കെ സോ ചേട്ടാ, ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ ടോക്കിംഗ് ടു. സത്യം പറയാമല്ലോ, ഞാൻ മീൻസ് എനിക്ക് പെട്ടെന്ന് കഴിഞ്ഞു പോയോന്നൊക്കെ തോന്നിപ്പോയി. ഞാൻ കുറേ നാൾ നോക്കിയിരുന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളതുകൊണ്ട്. എന്നാലും എനിക്കറിയാം ഒത്തിരി ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ടൈമാണ്. എന്നാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ആൻഡ് ഒരു പഞ്ച് ലൈനോട് കൂടി നിർത്തണമെന്നുണ്ട്. അതായത് വാർത്തകളിലൂടെ ഒരു ചരിത്രം സൃഷ്ടിച്ചവർക്കൊപ്പം ഇനി ഹാഷ്മിയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. താങ്ക് യു.